ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെള്ളക്കടല മസാല റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. വളരെ ടേസ്റ്റിയുമാണ്. അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ദോശയുടെയും റൈസിൻ്റെ കൂടെ വരെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ വീഡിയോ കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ റെസിപ്പി തയ്യാറാക്കുന്നത്. ഞാനിവിടെ 1 കപ്പ് വെള്ളക്കടല എടുത്തിട്ടുണ്ട്. ഇത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചതാണ്. ഇല്ലെങ്കിൽ 8 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അതിനുശേഷം നന്നായിട്ട് കഴുകിയെടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് മുങ്ങുന്ന വണ്ണം വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ 4-5 വിസിൽ വരുന്നത് വരെയൊക്കെ വേവിച്ചെടുക്കാം. 4 വിസിൽ വന്നിട്ട് നോക്കാം. എന്നിട്ട് വെന്തില്ല എന്നുണ്ടെങ്കിൽ 1 വിസിൽ കൂടെ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്കൊരു മസാല പേസ്റ്റ് തയ്യാറാക്കിയെടുക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. മിക്സിയുടെ ജാറിലേക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. 6 ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളി 7 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു നന്നായിട്ട് പഴുത്തിരിക്കുന്ന ഒരു തക്കാളി കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിയില, കുറച്ച് മല്ലിയില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് തന്നെയാണ് കേട്ടോ പൊടികളും ചേർത്ത് കൊടുക്കേണ്ടത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിപ്പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇവിടെ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ 1/2 ടീസ്പൂൺ കായം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. കായം കൂടുതലൊന്നും വേണ്ട കേട്ടോ, 1/2 ടീസ്പൂണൊക്കെ മതിയാവും. ഇനി നമുക്കിതിലേക്ക് സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കണം. 2 പച്ചമുളകും 1 സവാള ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാളയൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് നമുക്കിനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന മസാല പേസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കണം. കാരണം ഇതിൽ ചേർത്തിരിക്കുന്ന തക്കാളിയും ചുവന്നുള്ളിയും പിന്നെ പൊടികളൊന്നും തന്നെ നമ്മൾ വഴറ്റിയെടുക്കാതെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഉണ്ടാവില്ലേ, പച്ച ചുവ, അതൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അതുകൊണ്ടൊന്ന് നന്നായിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ദേ ഈ മസാലയിൽ നിന്നും ഓയിലൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നുണ്ട്. ഓയിലൊന്ന് സെപ്പറേറ്റ് ആയി വരുന്നുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളക്കടല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മസാലയുമായിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മസാലയിലേക്ക് ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്കിനി ഈ സമയം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നോക്കിയിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കാരണം കടല വേവിക്കുന്ന സമയത്തും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടുതലാവാൻ പാടില്ല. ഉപ്പ് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മസാലയുടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചേർത്ത് കൊടുക്കണം. വേറെ ഒന്നുമല്ല, തേങ്ങയാണ്. തേങ്ങ ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെയൊക്കെ ചേർത്താൽ മതിയാവും. തേങ്ങ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വെള്ളക്കടല മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളക്കടല വെച്ചിട്ട് വേറെയും റെസിപ്പീസൊക്കെ ഉണ്ട് നമ്മുടെ ചാനലിൽ. അതൊക്കെ കാണുക, ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്